പാളത്തൊപ്പി ഇതാണല്ലേ, ഈ സാധനം പാളത്തൊപ്പി. അപ്പൊ ഇത് പണ്ടൊക്കെ കൃഷിക്കാർ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ തൊപ്പിയൊന്നും ഇല്ല അവർക്ക്. പാള കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ കവുങ്ങ് മരം, കവുങ്ങ് അല്ലെങ്കിൽ അടയ്ക്കാമരം. ഇതാണ് കണ്ടോ, ഇത് ചെറിയ തൈക്കളാണ്, ഇത് മടക്കി ഉണ്ടായി തുടങ്ങിയിട്ടില്ല. കണ്ടോ, ഇതാണ് പാള. അപ്പോൾ അടയ്ക്ക ഉണ്ടാവുന്ന പാള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഭയങ്കര വലുപ്പമായിരിക്കും. കാരണം ഈ പാളയുടെ ഉൾവശത്താണ് നമ്മളുടെ അടയ്ക്ക ഉണ്ടാവാനുള്ള പൂക്കുല ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ തോരൻ എടുത്തിട്ട് കണ്ടോ, ഒരു പാളയുടെ അറ്റം മുറിച്ച് കളയാണ്. ആ ഇലകളൊക്കെ മുന്നിൽ കളഞ്ഞു, പിന്നെ ഇവിടെ ഒന്ന് മുറിച്ചു. ഇതാണ് നമ്മളുടെ പാള, കണ്ടില്ലേ, നല്ല വലുപ്പമുള്ള പാളയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് അറ്റവും നമ്മൾ മടക്കി കെട്ടണം. അപ്പോൾ ഉണ്ടോ, കുറച്ച് നീളം കൂടുതലാണ്, അതുകൊണ്ട്. അപ്പോൾ കെട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് അല്ലെങ്കിൽ സുത്തലി, അതൊക്കെയാണ് ഇന്ന് കയറെന്ന് പറയുന്ന സാധനം. അപ്പോൾ അതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ഇത് കണ്ടോ, ഈ പാളയുടെ തന്നെ പൊളിച്ചെടുക്കണം, കണ്ടില്ലേ. ഇതപ്പോൾ നമ്മളൊരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ വണ്ണത്തിൽ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോൾ ഒരു 1/2 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരാൾക്ക് വലിച്ചാൽ പൊട്ടിക്കാൻ പറ്റില്ല, അത്രയ്ക്കും സ്ട്രോങ് ആണ്. അപ്പോൾ 1 ഇഞ്ചൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വലിച്ചാൽ നമ്മളുടെ ആരോഗ്യം മുഴുവൻ എടുത്ത് വലിച്ചാലും ഈ സാധനം പൊട്ടില്ല. അപ്പോൾ ഇന്ന് വേനൽക്കാലം ആണ്, ഫെബ്രുവരി എത്രയായി, 22 കണ്ട്, 21, 22. അപ്പോൾ ഇത് വെയിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഉണങ്ങി കിടക്കണ്. അങ്ങനെ ആകുമ്പോൾ ഇത് ഒടിയും. അപ്പോൾ ഈ ചൂരിലൊക്കെ വെയിലത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളയുന്ന സാധനം ഒടിയും, അതുപോലെയാണ് കണ്ടോ. അപ്പം ഞാൻ ഇതിങ്ങോട്ട് പൊളിച്ചെടുത്തിട്ട് കണ്ടോ, ഇടയ്ക്കിട്ട് കട്ടായി പോകണ്ട്, കട്ടായി പോയി. അപ്പം ഇതൊന്ന് വെള്ളം നനച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഒന്നുകൂടി സോഫ്റ്റ് ആക്കിയാൽ മതി, വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ പണ്ടൊക്കെ കൃഷിക്കാർ ഇത് ഒരു ദിവസമൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും, എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇതിൻ്റെ വള്ളിയൊക്കെ എടുക്കുക. അപ്പം നമുക്ക് ഇപ്പോൾ സമയമൊന്നുമില്ല, അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുക്കണം. അപ്പോൾ ഒരു മരത്തിൻ്റെ സൂചി കണ്ടോ, മരത്തിൻ്റെ സൂചി, മരം കഷ്ണം എടുക്കുക, അല്ലെങ്കിൽ ഒരു വടിയുടെ കഷ്ണം എടുക്കുക, അതിൻ്റെ സൈഡ് ചെത്തി കളയുക. റൂൾ പെൻസിൽ ചെത്തണ പോലെ അങ്ങോട്ട് ചെത്തിയാൽ മതി. എന്നിട്ട് കണ്ടോ, നിങ്ങൾ തള്ളി കയറ്റുക, എന്നിട്ട് എടുക്കുക. അതുകൊണ്ട് ഇരുമ്പിൻ്റെ സൂചി ഒന്നും നോക്കാൻ ആവശ്യമില്ല. അപ്പം നമ്മളിത് അടയ്ക്കയുടെ പൂക്കളില്ലാത്ത ചെറിയ അടയ്ക്കാരത്തിൻ്റെ പാളയാണ് നിർത്തുന്നത്. കാരണം നമുക്ക് വള്ളിയിടാൻ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ പാള എടുത്തു. ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞാലേ അവിടെ നിന്ന് സോഫ്റ്റ് ആവും. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇട്ടാൽ മതി. അപ്പോൾ ഈ പാളയും ഈ വള്ളിയും കൂടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇടാൻ പോവുക. കണ്ടോ, ഇത് ഇവിടെ ഇരുന്നിട്ട് വെള്ളം നനയുമ്പോൾ സോഫ്റ്റ് ആയിക്കോളും. പിന്നെ വലിച്ചാലൊന്നും പൊട്ടില്ല. പിന്നെയാണോ ഒടിയാനായിട്ട് ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും, കണ്ടല്ലേ. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ കളഞ്ഞ് പാളിങ്ങോട്ട് എടുത്തു. കണ്ടോ, ഈ അടയ്ക്കൊക്കെ ഉണ്ടാകുന്നത് ഈ പാളയുടെ ഉള്ളിലാണ്, അതിൻ്റെ ഉള്ളിലാണ് അടയ്ക്കയുടെ പൂക്കൊലി ഉണ്ടായി അടയ്ക്കുണ്ടാവുക. അപ്പോൾ നമ്മളുടെ വള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 3/4 സെൻറ്റിമീറ്റർ വണ്ണത്തിൽ അങ്ങോട്ട് എടുക്കണം. അപ്പോൾ നേരത്തെ 1 ഇഞ്ച് വീതി ഉണ്ടായിരുന്നു, അപ്പോൾ ഹാർഡായിരുന്നു. വെള്ളത്തിലിട്ട് ഇപ്പോൾ സോഫ്റ്റ് ആയ കാരണം ആദ്യം ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മരത്തിൻ്റെ സൂചി കൊണ്ട് തള്ളിയെടുക്കണത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പാളത്തൊപ്പി. അപ്പോൾ ഒന്ന് മഴ നനഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് തൊപ്പിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് 1 ഡിഗ്രി പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, കണ്ടോ. അപ്പോൾ ഇപ്പൊക്കെ 40 അല്ലെങ്കിൽ 38-40 ഡിഗ്രി ചൂടുണ്ട്. അതിൽ നിന്ന് 1 ഡിഗ്രി ചൂട് പോലും ഈ പാളത്തൊപ്പിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. അത്രയ്ക്കും
ഇതാണ്. അപ്പം ഇതൊരു നാച്ചുറൽ പ്രകൃതി തന്നെ തന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഉണ്ടോ. അപ്പം ഇതുപോലെ പാളത്തൊപ്പി നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ സുഖമാണ്. അപ്പം ഇത് തൊപ്പി ഉണ്ടാക്കാനായി നമ്മളുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ആകൃതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുളച്ച തേങ്ങ വെച്ച് കൊടുത്തേക്കണം. മുളച്ച തേങ്ങയൊന്നും വേണ്ട, നിങ്ങൾ നാളികേരം വെച്ചാൽ മതി. അപ്പം ഞാൻ അവിടെ തൊട്ടടുത്ത് മുളച്ച നാളികേരം കിടപ്പുണ്ടായിരുന്നു, അത് എടുത്തു. പിന്നെ ഇത് നമുക്ക് ഈ പണിയൊക്കെ കഴിയുമ്പോൾ വിശപ്പിന് ഈ പൊങ്ങ് വെട്ടി തിന്നും ചെയ്യാം. അപ്പോൾ വേണ്ട, ഈ മുളച്ച തെങ്ങിൻ തൈ ഈ പാളത്തൊപ്പിയുടെ ഉള്ളിൽ വെച്ചാണ്. കാരണം നമ്മുടെ തല ഏകദേശം നാളികേരത്തിൻ്റെ ഷേപ്പാണല്ലോ. കണ്ടോ. എന്നിട്ട് രണ്ടറ്റവും കെട്ടണം. അപ്പോൾ രണ്ടറ്റം കെട്ടുമ്പോൾ അല്പം അകലുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നും കൂടിയും അടുപ്പിച്ച് രണ്ടാമത് കെട്ടിയാൽ മതി. അപ്പോൾ നല്ല ടൈറ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഉണക്കാനായിട്ട് ഈ പാളത്തൊപ്പി വെയിലത്തൊന്നും വെക്കണ്ട, അകത്തന്നെ വെച്ചാൽ മതി. അപ്പോൾ വെറുതെ ഒരു നാളികേരം അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അപ്പോൾ അത് ഉണങ്ങിയിട്ട് ഹാർഡാകുമ്പോൾ അതേ ഷേപ്പിലിരുന്നോളും. അപ്പോൾ വേണ്ട, ഞാൻ 2 സൈഡും കെട്ടൽ കഴിഞ്ഞു. അപ്പം ഇതിന് ആവശ്യമില്ലാത്ത സ്ഥലമൊക്കെ മുറിച്ച് കളയണം. അപ്പോൾ എല്ലാവരും പാളത്തൊപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി പണിയാണ്. ചൂട് ഒരു ഡിഗ്രി പോലും ഇതിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ ഇപ്പോൾ 40 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ 1 ഡിഗ്രി പോലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കില്ല. കാരണം ഇതൊരു പ്രകൃതി ദത്തായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ല, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. നിങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ പാളത്തൊപ്പി ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പഠിച്ചു കാണും. വീട്ടിൽ പാളയുള്ളവർക്ക് ഇത് ചെയ്യാം. പണ്ടൊക്കെ തൊപ്പിക്കുട എന്നിട്ടൊരു ഓലക്കുട ഉണ്ടാകുന്നു. അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു റിങ് വെച്ച് കൊടുക്കും പാളയുടെ. എന്നിട്ട് അതുമ്മയാണ് ഈ തൊപ്പിക്കുട ഉണ്ടാവുക. ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ തൊപ്പിക്കുട കിട്ടും. പക്ഷേ പണ്ടൊന്നും പ്ലാസ്റ്റിക് തൊപ്പിയോടെ ഇല്ല, ഓല തൊപ്പിക്കൂടെയാണ്. കണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതിനെ കണ്ട, നമ്മളുടെ പൊങ്ങ് കൊണ്ടെടുത്തു. തെങ്ങിൻ തൈ മാറ്റി ഇനി ഒരു നാളികേരം വെച്ച് കൊടുത്താൽ മതി. കണ്ടോ. അപ്പോൾ അടിപൊളി പാളത്തൊപ്പി. കണ്ടില്ല എല്ലാവരും, സൂപ്പർ സാധനമാണ്. പണ്ടത്തെ കർഷകരൊക്കെ ഇതാണ് ഉപയോഗിക്കുക, അല്ലാണ്ട് പ്ലാസ്റ്റിക്കിന് തൊപ്പിയൊന്നുമല്ല. അപ്പം നമ്മളുടെ 2 തെങ്ങിൻ തൈയും വെട്ടിയിട്ട് അതിൻ്റെ പൊങ്ങ് തിന്നാനുള്ള പരിപാടിയാണ്. കണ്ടോ. അപ്പം നാളികേരൊന്നും നമ്മൾ ഇടില്ല, ഇതുപോലെ താഴെ വീണ് പൊളിച്ച് തിന്നണം. കണ്ടോ. അപ്പോൾ ഈ പൊങ്ങിൻ്റെ വില 150-200 രൂപയ്ക്കാണ് ഒരു പൊങ്ങിൻ്റെ വില. മൂന്നാറിലൊക്കെ 120, 130, 150 അങ്ങനെ പല റേറ്റാണ്. കണ്ടില്ലേ. അപ്പോൾ സബിതയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ക്യാമറയിൽ പിടിക്കുന്നത് സബിതയുടെ പണിയാണ്. കേട്ടോ. അപ്പോൾ അവൾക്ക് കൊടുക്കണം ഇതൊക്കെ. അപ്പോൾ മറ്റ് ഒരെണ്ണം കൂടിയും പൊളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ പണി കഴിയും. ഞാൻ കുളിച്ച് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. തൊപ്പി അല്ലെങ്കിൽ കുട, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഓക്കെ.